ഹരിയേട്ടാ, എന്റെ കൃഷ്ണ, ഉള്ള മഴ മുഴുവനും കൊണ്ടുപോലോ. എന്തേ, സൂക്കേട് പിടിച്ച് കിടപ്പിലാവാനാണോ ഉദ്ദേശം? ഇതാ ഇത് വെച്ച് നല്ലോണം തല തിരുമിക്കേ. ഇല്ലടോ. മദമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ? ഒരു മഴ കൊണ്ടാ വീണു പോകുന്നതല്ലല്ലോ എന്റെ ശരീരം. പെയ്തു തോരട്ടെ സുധേ, നാളെ കൊയ്ത്തുള്ളതല്ലേ. ഈ മഴ ഇങ്ങനെ നിന്നാ എങ്ങനെയാ? ആ പിന്നെ സുധേ, ഇത് കല്യാണിക്ക് മേടിച്ചതാ. കഴിഞ്ഞ ആഴ്ച അവൾ ഇതിന്റെ പേരിൽ കുറെ ബഹളം ഉണ്ടാക്കിയതായിരുന്നല്ലോ ഇവിടെ. ആ, ഞാൻ കൊടുത്തേക്കാട്ടാ. നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ സുധേ. അവക്ക് നമുക്ക് വേറെ ആണെങ്കിലും വാങ്ങിക്കൊടുക്കാലോ. എന്താ ഹരിയേട്ടാ, എല്ലാം അങ്ങ് പാടെ മറന്നുപോയോ? ഞാനൊരു വിധവയാ എന്നുള്ളൊരു കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. പിന്നെ ഈ നാട്ടിൽ തന്നെ സുധാമണി അറിയപ്പെടുന്നത് വിധവ പെണ്ണെന്നുള്ള രീതിക്കാണ്. പിന്നെ എനിക്ക് ഈ പഴഞ്ചനും വെള്ള കീറതുണിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ വളകൾ, അവ ഇടാനുള്ള അർഹതയും പ്രായമൊക്കെ എനിക്ക് എപ്പോഴേ നഷ്ടമായതാണ്. ഞാനിത് നമ്മുടെ കല്ലുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാം. അവളെയും കുറ്റം പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ. കുട്ടിക്കാലത്തെ സുധ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറുമ്പും കളിയും ചിരിയൊക്കെ ഉള്ളൊരു കുട്ടി. എല്ലാരും എന്നെയല്ലേ ഓരോന്ന് പറയണേ. എനിക്ക് മടുത്തു ഈ ജീവിതം. ഓഹ്, മകളായിട്ട് വൃത്തിയുണ്ട് എനിക്ക്. എന്ത് പ്രയോജനം? ഞാൻ തന്നെ വേണ്ടി ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ. എന്താടി ഈ ചന്ദ്രിക, രാവിലെ തന്നെ മുറുമുറുപ്പാണല്ലോ. നീ ആ ചേന ഇങ്ങനെ എടുക്ക്, ഞാൻ അരിഞ്ഞു തരാം. ഞാൻ എന്ത് പറയാനാ, എപ്പോഴും പറയുന്നതൊക്കെ തന്നെ. അമ്മ നോക്കിയേ, സുധയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കല്ലേ ചെയ്യണേ. ആ സുധയ്ക്ക് എന്നെ വന്നൊന്ന് സഹായിച്ചാലെന്താ? അതെങ്ങനെ? ആ ബാല്യക്കാരൻ ചെക്കനായിട്ട് കാലത്ത് തന്നെ നാട് ചുറ്റിലല്ലേ പണി. തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല. അവര് കുട്ടികളല്ലേ മോളെ, ഈ പ്രായത്തിൽ കളിച്ച് നടക്കട്ടെ എന്ന്. പിന്നെ അരവിന്ദാക്ഷൻ്റെ മകനല്ലേ ഹരി, അവൻ നല്ല കുട്ടിയാ. സുധയുടെ ഒരു നിഴല് പോലെ അവൻ നടക്കണേ. അവളെ അവൻ നോക്കിക്കോളൂന്നേ. എന്തിന്? ഒരു ബാല്യക്കാരൻ ചെക്കനായിട്ട് നടന്നോളെ പേര് ദോഷമല്ല വരുത്തി വെക്കാനാണോ അമ്മേ? നാട്ടാരൊക്കെ എന്താ പറയണേന്നറിയോ? ഞാൻ ഗന്ധർവൻ കാവില അവരുടെ കളി. എത്ര പേരാ ഓരോന്ന് പറയണേന്നറിയോ? എത്രാന്ന് വെച്ച് അവക്ക് പറഞ്ഞു കൊടുക്ക. മടുത്തു എനിക്ക്. ഞാനും കേട്ടു. നമ്മളുടെ കുട്ടിയല്ലേ മോളെ, അവള് കുഞ്ഞല്ലേ. പിന്നെ ആ കാവ് വരട്ടെ, ചന്ദ്രനെ കൊണ്ട് സംസാരിപ്പിക്കാം. നീ ഇപ്പോൾ അതൊക്കെ വിട്ടേ, ബാക്കി പച്ചക്കറി ഇങ്ങെടുക്ക്. ഊണിനുള്ളത് കാലാക്കാൻ നോക്കാം. ഇത് ഇത്രയും മതി. ദാ സുധേ, സുധേ, ഈശ്വര, ഈ പെണ്ണിതവിടെ പോയി. സുധേ, ഹരിയേട്ടാ, ഇവിടെ കുറേ മഞ്ചാടിയുണ്ട്, നോക്കിയേ. ഇതൂടെ കൂട്ടി എൻ്റെ 4ാമത്തെ ചപ്പ നിറയാൻ പോണത്. എന്നിട്ട് വേണം ഗുരുവായൂർക്ക് പോകുമ്പോ എൻ്റെ കണ്ണന് കാണിക്കേട്ട് കൊടുക്കാൻ. അല്ല, എപ്പോഴാ ഗുരുവായൂർക്ക് പോണേ? ഈ ശനിയാഴ്ച അമ്മാവൻ കൊണ്ടാന്ന് പറഞ്ഞേക്കണ ഏട്ടാ. ഞങ്ങളെല്ലാരും പോണുണ്ട്. എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ? കൗമുദിക്ക് വേണ്ടി അമ്മാവൻ നേർച്ചയൊക്കെ അവിടെ നേർന്നിട്ടുണ്ട്. പിന്നെ കല്ലു കുഞ്ഞല്ലേ ഏട്ടാ, അപ്പൊ രണ്ടുപേരെ നിർമാല്യം തൊഴിപ്പിക്കണമെന്നൊക്കെയാണ് മുത്തശ്ശിയും അമ്മാവനൊക്കെ പറഞ്ഞേക്കണേ. അതിപ്പോ കൊള്ളാലോ. അച്ഛൻ കൂടെ വരുന്നുണ്ടേൽ ഞാനും വരാം സുധേ. മുത്തശ്ശി എവിടെയാ?
നോക്കി എൻ്റെ കയ്യിൽ എന്താണ്? ഇന്ന് കുറേ മഞ്ചാടി കിട്ടി മുത്തശ്ശി. ഞാനും ഹരിയേട്ടനും കൂടി കുറേ ഏറെ പെറുക്കിയെടുത്തു. എൻ്റെ 4ാമത്തെ ചെപ്പ് അങ്ങനെ നിറഞ്ഞു. ആണോ? നീ ഇങ്ങ് വന്നേ കുട്ടിയെ. മുത്തശ്ശി ഒരു കാര്യം പറയാം മോളെ. മുത്തശ്ശി വഴക്ക് പറയുന്നതല്ല കേട്ടോ. എങ്കിലും മോളിങ്ങനെ ഹരിയായിട്ട് ആ കാവിലൊക്കെ നടക്കുന്നത് നിർത്തൂ കേട്ടോ. അത് ശരിയാവില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നു. നിന്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. നീ വലിയ കുട്ടിയായില്ലേ. നാട്ടുകാരെന്തേലും പറയട്ടെ മുത്തശ്ശി. ഞാനും ഹരിയേട്ടനും ഒരു തെറ്റും ചെയ്യാനില്ല. അത്ര തന്നെ. പിന്നെ എൻ്റെ ഈ പ്രായത്തിലല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അമ്മ ഞാൻ വെളിയിൽ പോണതൊക്കെ കുറച്ചോളാം. എന്തു പറയുന്നു? എന്തായാലും ഈ ആഴ്ച തന്നെ ഗുരുവായൂർക്ക് പോവാനാ ചന്ദ്രനും മാധവനും ഒക്കെ പറയണേ. അങ്ങനെയാണെ മുത്തശ്ശി കുട്ടിക്ക് നല്ല പട്ടും അവിടെ തുന്നിത്തരാം. ശരിക്കും മുത്തശ്ശി? ഹായ്. അങ്ങനെയാണെ ഹരിയേട്ടനും കൂടി നമ്മുടെ കൂടെ കൊണ്ടാവുന്ന അമ്മാവനോട് ഒന്ന് ചോദിക്കോ. ഹരിയേട്ടനും ഗുരുവായൂർക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമാണ് മുത്തശ്ശി. അത് ഞാൻ ചന്ദ്രനോട് പറയാം. ഇപ്പോൾ ഏതായാലും കുട്ടി ചെന്ന് കുളിച്ചിട്ട് വരൂ കേട്ടോ. എന്നിട്ട് നാമം ചൊല്ലാനിരിക്കാം നമുക്ക്. ആഹാ, ഹരിയേട്ടൻ നേരത്തെ വന്നോ? എത്ര നേരാന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്ന പെണ്ണെ നിന്നെ ഞാൻ. ആ നേരം കൊണ്ട് ഞാൻ മഞ്ചാടി പെറുക്കി വെച്ചു. നോക്കിയേ, ഇന്നാണെങ്കിൽ കുറേ കിട്ടിയിരിക്കുന്നു. ഇത് കുറേ ഏറെ ഉണ്ടല്ലോ ഏട്ടാ. വേറെ ഒരു സൂത്രം കാണിക്കട്ടെ ഞാൻ. നീ വാ. ഒന്ന് മെല്ലെ പോയേട്ടാ. അല്ല, അവിടെ എന്താ ഇത്ര കാണാനായിട്ടുള്ളത്? നീ അങ്ങോട്ട് നോക്കി സുധേ. ശീലയുടെ അരികിലായി എന്താ ഉള്ളതെന്ന്. എന്ത് ഭംഗിയാ ഈ പൂവിനെ കാണാൻ. നിനക്ക് ആ പൂ വേണോ? അയ്യോ വേണ്ട ഹരിയേട്ടാ. അടുത്ത് വെച്ച് കാണുമ്പോ എന്ത് ഭംഗിയല്ലേ ഈ പൂവിനെ കാണാൻ. എന്ത് വാസനയാ. അതെ, എന്ത് ഭംഗിയാ. എന്നെപ്പോലെ എൻ്റെ കൃഷ്ണ, ഞാനിതിപ്പോ എന്താ കാട്ടിയേ? അവളിങ്ങനോട് മിണ്ടൂ? എന്താടാ ഹരി ഒരു മ്ലാനത? പാത്രത്തിലെ ചോറ് നീ തൊട്ടിട്ടില്ലല്ലോ. എന്താ പ്രശ്നം? അവൻ ഇന്ന് വൈകുന്നേരം വന്നപ്പം മുതൽ എങ്ങനെയാ? ഒന്നും മിണ്ടൊന്നുമില്ല. ചോദിച്ചാ മൊഴിയാൻ വലിയ പാടാന്നേ. നീ ഒന്ന് പോയടി. എന്നാടാ കണ്ണാ പ്രശ്നം? അച്ഛനോട് എന്താണ് നിനക്ക് പറയാലോ. നീ മനുഷ്യനായിട്ട് പേടിപ്പിക്കേണ്ട. ഉള്ളത് പറ കുട്ടിയെ. ഇവളിത് നീ നിർത്തിക്ക ദേവി. നീ പറയ്. അമ്മ നീ നോക്കണ്ട. അത് പിന്നെ അച്ഛാ. എന്റെ നാരായണ, നീ എന്താടാ ചെയ്തത്? കോലോത്തെ കൊച്ചാത്. അവളുടെ അമ്മയ്ക്കാണേ നമ്മളെ പോലെയുള്ള ബാല്യക്കാരെ കണ്ണി കാണുന്നത് പിടിക്കില്ല. നിർത്ത് ദേവി. അപ്പോ അതാണ് കാര്യം. എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട്? കാലം കുറെ ആയി അച്ഛാ. മറക്കാനോ വിട്ട് കളയാനോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. നീ ഇതാ കുട്ടിയോട് തുറന്നു പറഞ്ഞായിരുന്നോ? ഇല്ല, മനസ്സിനൊരു ധൈര്യം ഇല്ല അച്ഛാ. അവൾക്ക് എന്നെ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലോ, പിന്നീട് അവൾ എന്നോട് മിണ്ടിയില്ലെങ്കിലോ? അത് പിന്നീടുള്ള കാര്യമല്ലേ കണ്ണാ. നീ എന്തായാലും നാളെ കഴിഞ്ഞ് ചെന്ന് ഇഷ്ടാന്ന് പറയും. ഒരു ദിവസം മുഴുവൻ നീ അതിനെ തയ്യാറെടുത്തോ. അപ്പോഴേക്കും അച്ഛൻ ഗുരുവായൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്താം. ഗുരുവായൂർക്ക് പോകുന്നതിൻ്റെയോ? അതെ, നമ്മളും പോകണുണ്ട് അവരുടെ കൂടെ. ആ സമയം കൊണ്ട് നിനക്ക് അവളോട് നന്നായി സംസാരിക്കാനുള്ള സമയം ഉണ്ടല്ലോ. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ അച്ഛാ. അവരെങ്ങനെ നല്ല കൂട്ടരാണോ ഏട്ടാ? നമ്മുടെ നാട്ടിലല്ലാലോ, അതുകൊണ്ടൊരിത്. നീ പറഞ്ഞോണ്ട കുഞ്ഞോളെ. മാധവനോടെ പോയി എല്ലാം സംസാരിച്ചിട്ട് വന്നേ. പേടിക്കണ്ട, നല്ല വീട്ടുകാരാ. ചെക്കൻ നല്ലവനാന്നാ മാധവൻ പറഞ്ഞേ. ജാതകമൊക്കെ നോക്കണ്ടേ മോനെ? ഇരുന്നില്ല, അതിന് മുന്നേ കാലം നീട്ടണോ അമ്മേ? ജാതകം ഇപ്പോൾ നോക്കേണ്ടതില്ല. പിന്നെ കുഞ്ഞോടൊരു വാശിപ്പുറത്താ ഇങ്ങനെ പെട്ടെന്നൊരു പെണ്ണ് കാണാൻ നാളെ തന്നെ ഉറപ്പിച്ചേക്കണേ. ഗുരുവായൂർക്ക് പോയിട്ട് മതിയായിരുന്നു. ഇടിപിടിയാലെ ഇങ്ങനൊരു പെണ്ണ് കാണൽ. സുധ ചെറുതല്ലേടാ. അവളുടെ ഈ പ്രായത്തിലല്ലേ നിങ്ങൾ എന്നെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചത്? മറന്നുപോയോ അതൊക്കെ? പെണ്ണിനി ഇങ്ങനെ പുര നിറഞ്ഞ് വീട്ടിൽ നിൽക്കേണ്ടതില്ല.
അവർ നാളെ വരട്ടെ. ഗുരുവായൂർക്ക് കെട്ടുകഴിഞ്ഞായാലും പോവാലോ. സുഭദ്രയില്ലാത്ത ആദ്യത്തെ നല്ല കാര്യം നടക്കാൻ പോണേ. അവൾ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ചന്ദ്ര. എന്തായാലും സുധ എന്ന് പറയുന്നത് അവളുടെ മകള് തന്നെയല്ലേ. മുകളിലിരുന്ന് അവൾ ഇതെല്ലാം കാണുന്നുണ്ടാവും. ഹാ. ആട്ടെ, കൗമുദി ഉറങ്ങിയ അമ്മേ? ഉവ്, കല്ലുവിൻ്റെ ചെവി പിടിച്ച് കുട്ടി വലിച്ചു ഇന്ന് കാലത്ത്. ചെവിയിൽ നിന്ന് തോര ചോര പോയിരുന്നു. അവളെ ഒന്ന് ഉറക്കി കിടത്തിയപ്പോഴേക്കും കൗമുദി ഉറങ്ങി. ആണോ? എന്നാ ഞാൻ കിടക്കുകയാണ് കേട്ടോ. കാലത്തെ അവരെല്ലാം ഇങ്ങ് വരും. ആ ശരി മോളെ സുധേ, നീയും കിടന്നോളൂ കേട്ടോ. വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ. ദൈവമേ, ഞാനിന്ന് ആദ്യമായിട്ട് അവളോട് എൻ്റെ മനസ്സിലുള്ളത് പറയാൻ പോകുന്നത്. എനിക്ക് തന്നെ തന്നേക്കണേ അവളെ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ആ എന്തായാലും ചെക്കനെ കാണാൻ നല്ല ചേലുണ്ട് അല്ലേടി വാസന്തി? അതെ അതെ, നമ്മുടെ സുധക്കൊച്ചിന് ചേരും. ഇത് ഉറപ്പിച്ച ഉടനെ തന്നെ അവിടെ കെട്ട് കാണൂന്നാ കോലോത്തമ്മ പറഞ്ഞേക്കണേ. നിങ്ങളെന്താ ഈ പറയണേ? ആ നീ വന്നോ ഹരിയേ? ഇനി നിനക്ക് സുധയുടെ കൂടെ നാടി നടക്കാനൊന്നും ആവില്ലാലോ. അതെന്താ? ആ നീ അറിഞ്ഞില്ലേ? ഇന്ന് സുധയെ പെണ്ണ് കാണാൻ വരുന്ന കാര്യമൊന്നും നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞില്ല? ദോ ആ ഇരിക്കുന്ന ചെക്കനെ കണ്ടോ? സുധയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ ചെറുക്കനാ. കല്ലു മാഷ ഇങ്ങോട്ട് വാ. കണ്ണ് തെറ്റിയാൽ ഉടനെ വെള്ളത്തിൽ കളിച്ചോണം കല്ലു. ഇങ്ങ് വാ മതി. സമ്മതിച്ച് ഞാൻ കഥ പറഞ്ഞു തന്നോളാം. ശരിക്കും മുത്തശ്ശി പറഞ്ഞുതരോ? ഘനഗാംഭീര്യമുള്ള ശബ്ദവും തോളുവരെ മുട്ടിക്കിടക്കുന്ന മുടിയിഴകളും ഒത്ത ശരീരവുമാണ് ഈ ഗന്ധർവന്മാർക്കുള്ളത്. അവരെ ഗഗനചാരി എന്നും വിളിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഗന്ധർവന്മാരെങ്ങനെയാണെന്ന് മുത്തശ്ശിക്കറിയില്ല കേട്ടോ. ഈ കഥകൾ എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളവയാണേ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ഗന്ധർവന്മാരൊക്കെ അത്ര സുന്ദരന്മാരാ? ഈ മഴയത്ത് നിനക്ക് ഈ കെട്ട് കഥകൾ മാത്രമേ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുള്ളൂ കുട്ടിയെ. ആ കഥകൾ കേട്ട് കേട്ട് ഏതേലും ഗന്ധർവന്മാർ കൂടെ കൂടണം. അപ്പോൾ നല്ല ചേലായിരിക്കും. അതന്നെയാണല്ലോ എനിക്കും വേണ്ടത്. എനിക്ക് കാണണം മുത്തശ്ശി ഒരു ഗന്ധർവനെങ്കിലും. ഹായ്, എന്തെങ്കിലും കൂടെ കൂടിയാ സുധയെ പോലെ. എന്താ രണ്ടുപേരും കൂടി ഈ മഴ സമയത്തൊരു കഥ പറിച്ചിട്ടൊക്കെ? ഞാനും കൂടാ മുത്തശ്ശി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല പെണ്ണേ, എന്താ നിനക്ക് പെട്ടെന്നൊരു കരിവളപ്രേമൊക്കെ? ഈ മഴയത്ത് വളയിട്ട് നടന്നിട്ട് ആരെ കാണിക്കാനാ? അതിനിപ്പോൾ കാണിക്കാൻ ആരെങ്കിലും വേണോ ചേച്ചി? എനിക്ക് കരിവള കുഞ്ചുന്ന ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും പോരാഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞുല്ലോ ഗന്ധർവൻകാവിൽ മൂർത്തിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കരിവളകൾ അങ്ങ് കൊടുത്തേക്കാമെന്ന്. ഓ, ഈ ഗന്ധർവന്മാരുടെ കഥയല്ലാണ്ട് നിനക്ക് വേറെ ഒന്നും ചോദിച്ചറിയാനല്ലേ കുട്ടി? മതി, നിർത്തിയേര്. വേറെ എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ അത്താഴം കഴിക്കാൻ താഴേക്ക് വരൂ. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ
പറഞ്ഞ വാക്ക് തെറ്റിച്ചില്ല. അരിയേട്ടൻ അക്കരപ്പ മേടിച്ചത് നന്നായി കരിവളകൾ. നിനക്കിഷ്ടമായോ ഈ സമ്മാനം? ഗന്ധർവന്മാർ സ്വർണ്ണവളകളും ആഭരണങ്ങളും ഒക്കെ ഇടുന്നവരാണെന്ന് ഋഷി പറഞ്ഞ കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല നിനക്ക് തരാൻ. അതുകൊണ്ടാട്ടോ ഈ കരിവളകൾ. നിനക്കിഷ്ടമായോ? ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് മിണ്ടിക്കൂടെ നിനക്ക്? ഇന്നലെ ഒന്നും തിന്നിട്ടുണ്ടാവില്ലല്ലോ. എന്താ ഈ പച്ചമാങ്ങ കൂട്ടി ഇന്ന് അത്താഴം കഴിക്കൂ കേട്ടോ. അല്ല, ഈ ഇലഞ്ഞി പൂക്കളോട് നിനക്കെന്താ ഇത്ര ബന്ധം? ആവോ, മുത്തശ്ശിയോട് ചോദിക്കാൻ വിട്ടുപോയിരിക്കുന്നു. അച്ഛനെ കാണുമ്പോഴേ കല്ലുവിനെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങും. നിനക്കിത് വല്ലതും അറിയുമോ? ഇന്നലെ അച്ഛൻ ഈ ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ഞാനായിരുന്നു കട്ടിലിൻ്റെ അരികിൽ കിടന്നിരുന്നത്. ആള് മാറിപ്പോയെന്ന് മനസ്സിലായതുകൊണ്ട് അച്ഛനൊരു തരം അറപ്പോടെ എണീറ്റ് മാറിയേ. എനിക്കത് കണ്ടുമ്പോൾ വല്ലാണ്ട് സങ്കടമായി ഗന്ധർവ. സത്യത്തിൽ ഈ ലോകത്ത് എനിക്ക് സ്വന്തമായിട്ട് ആരാ ഉള്ളത്? കൗമുദി ചേച്ചിക്ക് അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, സുധേച്ചിയുണ്ട്, ഹരിയേട്ടനുണ്ട്. എനിക്കോ? എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും എല്ലാവരും ഉണ്ടായിരുന്നേനല്ലേ. അച്ഛൻ പറയുന്ന പോലെ എൻ്റെ അമ്മയ്ക്ക് പകരം ഞാനായിരുന്നു മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനല്ലേ. കൗമുദി ചേച്ചിക്ക് അമ്മയുണ്ടായേനെ. അച്ഛൻ്റെ ജീവിതവും ജീവനും എല്ലാം കൂടെ ഉണ്ടായേനെ. എല്ലാം ഞാനല്ലേ തൊളിച്ചത്. അത് പോട്ടെ, സമയം ഏറെ വൈകി. അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുന്നിൽ ചെല്ലണം. നാളെ വരാട്ടോ. നല്ല കുട്ടിയായിട്ടിരുന്നോണം കേട്ടല്ലോ ഗന്ധർവ. ആ വന്നോ? എവിടെയായിരുന്നടേ നീ ഇത്ര നേരം? അല്ല അച്ഛൻ, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട്. കാവില് കൊറേ നാളായി നിന്നോട് ഞാൻ പറയുന്നതല്ലേടി അങ്ങോട്ട് പോവരുതെന്ന്. നീ എന്റെ പൂർവികന്മാർ നിർത്തിവെച്ചതെല്ലാം വീണ്ടും തുടങ്ങാൻ നേർച്ച നേർന്നിട്ടാണ് നടക്കുന്നേ. നിന്നോട് ഞാനത് ആവശ്യപ്പെട്ടോ? പ്രാർത്ഥിക്കാനായിട്ട്. ഓ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ആരാടി ആ കാട്ടിലിരിക്കണേ? പിന്നെ നിന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലോ ഞങ്ങളുടെ എല്ലാ ആയുസ്സും ആരോഗ്യവും നല്ല രീതിക്ക് അങ്ങ് പോകുന്നേ. നിന്നെ പോലെയുള്ള ശകനം പിടിച്ച ജന്മങ്ങളൊക്കെ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവര് തന്നെ ഇറങ്ങി ഓടും. നാശം പിടിച്ചവള്. അവളുടെ ഒരു പ്രാർത്ഥന. ഞാൻ ജനിച്ചത് തന്നെ തെറ്റാ, എനിക്കറിയാം അമ്മ. അത് എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. ശരിക്കും മോൾക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ അമ്മ. എടി കല്ലു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, നിന്റെ ഈ കാവിലോട്ടുള്ള പോക്കൊന്ന് നിർത്തിക്കൂടെ കുട്ടി? എൻ്റെ ജീവിതം തൊലഞ്ഞതുപോലെ നിന്റെയും കൂടി തൊലയണം എന്നാണോ നിന്റെ വാശി? വാശി ജയിക്കട്ടെ, ഞാൻ ആരാ പറയാൻ? ഒരു അധികാരോ അവകാശമില്ലാത്ത പാഴ്ജന്മം. ജീവിതം പാഴായിപ്പോയി ആരോർക്കും വേണ്ടാത്തൊരു വിധവ പെണ്ണ്. എന്തുവാണെ കാണിക്ക, എനിക്ക് പറയാനല്ലേ പറ്റൂ. ഞാനും വരുന്ന കല്ലു. പറ്റില്ല, ഞാനും വരും. ഈ ചേച്ചി കല്ലുവിന് നല്ല ഈ ചേച്ചിയല്ലേ. കല്ല് പോയിട്ട് വരുമ്പോൾ കുറേ മാങ്ങയും ഇലഞ്ഞിയും പൂക്കളും ഒക്കെ കൊണ്ടുവരാമല്ലോ. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കും. നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. ഉറപ്പാണോ? എന്നെ സത്യം ഇട്ടെ, എന്നാലും ഞാൻ വിശ്വസിക്കൂ. സത്യമായിട്ടും കൊണ്ടുപോകാമല്ലോ. എൻ്റെ കൃഷ്ണ, എൻ്റെ ശീല എവിടെ? അയ്യോ, എൻ്റെ കൃഷ്ണ, ഇതെന്ത് മറിമായം? ഇനി ഏതെങ്കിലും കള്ളന്മാർ കട്ടുകൊണ്ട് പോയതാണോ? അതാരാ? ഇനി ഇയാളാണോ എൻ്റെ ശല്യം കട്ടുകൊണ്ട് പോകാൻ മുന്നേ? ഈശ്വര, കള്ളം വല്ലതും ആണോ? ഇവനെ ഇന്ന് ഞാൻ. അയ്യോ എൻ്റെ അമ്മ. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലായി
തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതി